أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي صدق الله العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യാപകർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മറ്റ് ശ്രോതാക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല രാജ്യങ്ങളിലായി പല രീതിയിലുള്ള അക്രമങ്ങളും അനീതികളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളെയും സ്വഭാവം എന്താണ് എന്നും ആ രാജ്യത്തിൻ്റെ നട്ടെല്ലായി മാറുന്നത് ആരാണ് എന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ദ സോൾ ഓഫ് ഇന്ത്യ ലിവ്സ് ഇൻ വില്ലേജ് എന്ന് ഗാന്ധിജി പറയുന്ന സമയത്ത് ഞാൻ അതിനോട് മറ്റൊരു വരി കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. The future of a country lives in their youngsters. ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലായി മാറുന്നത്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, ഭാവി തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ പൗരന്മാരാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ യുവാക്കളാണ്. നമ്മൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടതാണ്. 1960 ആന്റി വിയറ്റ്നാം വാർ മൂവ്മെന്റ് തുടങ്ങി, 2010-12 അറബ് സ്പ്രിംഗ് തുടങ്ങി, 2019-20 CAA NRC പ്രൊട്ടസ്റ്റ് തുടങ്ങി. ഏറ്റവും ഒടുവിലത് ശ്രീലങ്കയും ബംഗ്ലാദേശും കഴിഞ്ഞ് നേപ്പാളിൽ എത്തി നിൽക്കുന്ന സമയത്ത് യുവജന പ്രക്ഷോഭത്തിന്റെ, യുവാക്കളുടെ പങ്ക് ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ എത്രമാത്രം യുവാക്കൾക്ക് പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും ഒടുവിലായി നേപ്പാളിൽ നടന്ന സംഭവം ഇന്ന് മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പല രീതിയിലാണ് ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തെ വെറുമൊരു നേപ്പാൾ ഗവൺമെന്റിന്റെ മീഡിയ പ്രൊട്ടസ്റ്റിനെതിരായുള്ള, അല്ലെങ്കിൽ ഏതൊക്കെയോ ആപ്പുകൾ നിരോധിച്ചത് കൊണ്ട് മാത്രമുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിക്കൊണ്ട് ഈ ഒരു പ്രക്ഷോഭത്തെ ആളുകൾ ചിത്രീകരിക്കുമ്പോൾ, മീഡിയ പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതൊരു ഏതെങ്കിലും ഒരു ആപ്പുകൾ നിരോധിച്ചുകൊണ്ട് മാത്രമുള്ളൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നില്ല, പ്രക്ഷോഭമായിരുന്നില്ല. മറിച്ച് ജനാധിപത്യം നഷ്ടപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ അഴിമതിയും അരക്ഷിതാവസ്ഥയും, ജനങ്ങളുടെ മേലുള്ള അതിക്രമവും സാമ്പത്തിക അസമത്വവും യുവാക്കളുടെ തൊഴിലില്ലായ്മയും നിഴലിച്ചു നിന്നപ്പോ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയതാണ് നമ്മൾ നേപ്പാളിൽ കണ്ടത്. ഒരുപക്ഷെ ഇത് അവര് പറയുന്നത് പോലെ ഏതെങ്കിലും ആപ്പുകൾ നിരോധിച്ചത് കൊണ്ട് മാത്രമുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ അവിടെയുള്ള പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരികയില്ലായിരുന്നു, ധനമന്ത്രിയെ റോട്ടിലിട്ട് ആക്രമിക്കേണ്ടി വരികയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണം ഒരുപക്ഷെ മീഡിയകൾ ചിത്രീകരിക്കുന്നത് പോലെയുള്ള വ്യാകുലതകളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകരാജ്യങ്ങൾ ഇത്രയേറെ പ്രൊട്ടസ്റ്റുകൾ, അല്ലെങ്കിൽ ഇത്രയേറെ അക്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ആ രാജ്യത്തിന്റെ ശക്തിയായി മാറുന്നത് യുവാക്കളാണ്. യുവാക്കളിലേക്ക് ആ ശക്തി കേന്ദ്രീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലൊരു സംഭവമാണ് നേപ്പാളിൽ നമ്മൾ കാണാനിടയായത്. 2024 നേപ്പാളിലെ തൊഴിലില്ലായ്മ നിരക്ക് 20.86% ഉയർന്നു വന്നപ്പോൾ ആ രാജ്യത്തെ പൗരന്മാർ മറ്റ് രാജ്യങ്ങളിലേക്ക് തൊഴിലില്ലായ്മ കാരണം, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള അപാകതകൾ കാരണം രാജ്യം വിടേണ്ടി വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പലപ്പോഴും രാജ്യം വിട്ട് റഷ്യൻ സേനയിലേക്കാണ് പലപ്പോഴും ഇവർക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നത്. കാരണം റഷ്യൻ സേന വാഗ്ദാനം ചെയ്യുന്ന പ്രതിമാസം 5 ലക്ഷം രൂപ വരെയുള്ള മോഹന വാഗ്ദാനങ്ങൾ ഇവരുടെ മനം കവർക്കുകയായിരുന്നു. തെരുവിലേക്ക് പട്ടിണി കാരണം ഇറങ്ങേണ്ടി വന്ന, ഒട്ടിയ വയറുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന യുവാക്കൾക്ക് ഇതിലേക്ക് ആശ്രയം പ്രാപിക്കേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്ത് പോലും നേപ്പാൾ ഗവൺമെന്റ് ഒരിക്കൽ പോലും അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ യുവാക്കളുടെ ഇത്തരത്തിലുള്ള സൈന്യത്തിലേക്കുള്ള കുത്തൊഴുക്കിനെ തടയിടാൻ വേണ്ടി ഒരു ശ്രമം പോലും നേപ്പാൾ ഗവൺമെന്റ് നടത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തില് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് 2025 സെപ്റ്റംബർ മാസത്തിൽ ഒരു പ്രതിഷേധ പോസ്റ്റർ ഇങ്ങനെ കാണാനിടയായി. അതിങ്ങനെയായിരുന്നു: വിദേശ രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ മക്കള് വലിയ വിലപിടിപ്പുള്ള ബാഗുകളുമായി
തന്റെ നാട്ടിലേക്ക് തിരിച്ചു നടക്കുന്ന സമയത്ത് സാധാരണക്കാരന്റെ മക്കള് തിരിഞ്ഞു നടക്കേണ്ടി വന്നത്, സാധാരണക്കാരന്റെ മക്കള് തന്റെ നാട്ടിലേക്ക് മടങ്ങി വന്നത് ശവപ്പെട്ടികളിലായിരുന്നു എന്നതും വസ്തുതയാണ്. കാരണം ഇത്തരത്തിൽ 26 പ്ലാറ്റ്ഫോമുകൾ, 26 മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച സമയത്ത് അവിടെ ഗവൺമെന്റിന് കൃത്യമായൊരു അജണ്ടയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതലായി പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഇത്തരത്തിലുള്ള മീഡിയകൾ. ആ മീഡിയകളിലൂടെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് രാഷ്ട്രീയക്കാരുടെ മക്കളെ ആഡംബര ജീവിതത്തിലെ, അവരുടെ കുടുംബങ്ങളെ ആഡംബര ജീവിതത്തിൽ ഉല്ലസിക്കുന്നതും രാജ്യത്തെ സാധാരണക്കാരന്റെ ജീവിതം പട്ടിണിയിലും അരക്ഷിതാവസ്ഥയിലുമാകുന്നത് മീഡിയയിലൂടെ ഇങ്ങനെ ചിത്രീകരിച്ച് കാണിക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്കുണ്ടാകുന്ന ഒരു തരം പിടിമുറുക്കം, ആ പിരിമുറുക്കമാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകൾ പോലും ബാൻ ചെയ്യാനിടയായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ഒരു ബാനിങ് കൊണ്ട് മാത്രമുണ്ടായ ഒരു പ്രക്ഷോഭമായി നമുക്കതിനെ കാണാൻ കഴിയില്ല. അവിടെ ഗവൺമെന്റിന്റെ അഴിമതിയെയും ഗവൺമെന്റിന്റെ സാമ്പത്തിക അസമത്വത്തെയും ആ രാജ്യത്തെ തൊഴിലില്ലായ്മയും ഗവൺമെന്റ് മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ഒരിക്കലും തന്നെ ഈ പ്രക്ഷോഭങ്ങളെ അഡ്രസ് ചെയ്യാതെ പോയാൽ, അല്ലെങ്കിൽ യുവാക്കളുടെ ഏതോ ഒരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭം മാത്രമായി ഇതിനെ കണ്ടാൽ രാജ്യത്തെ ഒരിക്കലും തന്നെ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ ആളുകളെ, ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ തുറങ്കലിൽ അടച്ചത് കൊണ്ടോ, നമ്മുടെ ഇന്ത്യയിൽ കണ്ടതുപോലെ ഉമർ ഖാലിദിനെയും അതുപോലെ CAA NRC പ്രൊട്ടസ്റ്റിൽ പ്രതിഷേധിച്ചവരെയും തുറങ്കലിൽ അടച്ചതുപോലെ ജയിലിൽ അടച്ചത് കൊണ്ടോ മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള യുവജന പ്രക്ഷോഭങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും ഗവൺമെന്റ് മുന്നോട്ട് വരണം, ഗവൺമെന്റിന് കഴിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ, ദി അൾട്ടിമേറ്റ് ട്രാജഡി ഈസ് not the oppression by the bad people, but the silence of young people. Wa akhir da'wati alhamdulillah. Assalamu alaikum wa rahmatullah.